ഒരു സമയത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച താരങ്ങളാണ് ദിദ്യർ ബോറിസ് കാദിയോ, റാഫേൽ മെസ്സി ബോളി, അതുപോലെ തന്നെ ജെറോ റോഡ്രിഗസ്. അവർ ഇപ്പോൾ എന്തു ചെയ്യുന്നു, വിരമിച്ചോ അതോ ഇപ്പോഴും കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയുകയാണ് ISL എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ലീഗൊന്നും അല്ല. സോ മികച്ച പ്ലേയേഴ്സൊക്കെ ISLിലേക്ക് വരികയാണെങ്കിൽ അവരുടെ വാല്യൂ കുറയും, പിന്നെ അവരുടെ കരിയർ അത്ര മികച്ചതാവണമെന്നില്ല. ബോറിസ് കാദിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ISLിൽ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്ത് ഒരു ആവറേജ് പ്ലെയർ ആയിരുന്നു. സോ നമ്മളാരും വിചാരിച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിന് അത്ര മികച്ചൊരു കരിയർ ഉണ്ടാകും, മിക്കവാറും അതിൻ്റെ കരിയർ പെട്ടെന്ന് തന്നെ എൻഡ് ആകുമെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത്. പക്ഷേ അതിന് അത്യാവശ്യം നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അദ്ദേഹം പോകുന്ന ഷക്തർ എന്ന് പറയുന്ന ക്ലബ്ബിലാണ്, ഒരു കസാഖിസ്ഥാൻ ഫസ്റ്റ് ടയർ ക്ലബ്ബിലാണ്. എന്തായാലും അദ്ദേഹം അവിടെ ഒരു വർഷം കളിച്ചു. പിന്നെ 2018 അദ്ദേഹം പോകുന്ന SJK സെനോക്കി എന്ന് പറയുന്ന ഒരു അർമേനിയൻ ക്ലബ്ബിലാണ്. അവിടെയും അദ്ദേഹം ഒരു വർഷം കളിച്ചു. അവിടെയും സെൻട്രൽ ബാക്കായിട്ടാണ് കളിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം പോകുന്ന അൽ ഹിലാലിലാണ്. അൽ ഹിലാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലെ അൽ ഹിലാലല്ല, ഇത് ഒമാൻ ക്ലബ്ബായ അൽ ഹിലാലാണ്. അദ്ദേഹം അവിടെ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്നു. അതുപോലെ തന്നെ അലാഷ്കെർട്ട് FC എന്ന് പറയുന്ന മറ്റൊരു അർമേനിയൻ ക്ലബ്ബ്, അതും അവിടുത്തെ ഫസ്റ്റ് ടയർ ക്ലബ്ബാണ്. അവിടെയും അദ്ദേഹം കളിച്ചു. അതുപോലെ തന്നെ ഒരു കസാഖിസ്ഥാൻ ക്ലബ്ബ്, അദ്ദേഹം വീണ്ടും 2023 ഒരു കസാഖിസ്ഥാൻ ക്ലബ്ബിലേക്ക് പോവുകയാണ്, ZSU എന്ന് പറയുന്നത്. സോ അവിടെയും അദ്ദേഹം ഒരു വർഷം കളിച്ചു. എന്തായാലും ഇപ്പോഴാണ് അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്നത്. സോ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ക്ലബ്ബിലും ഇല്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2024 ജനുവരി 1 അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുകയാണ്. അതിന് മുമ്പ് വരെ അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ടീമിലും ഉണ്ടായിരുന്നു. അതായത് ടോപ്പ് ഡിവിഷൻ ഫസ്റ്റ് ടയർ ക്ലബ്ബിലുണ്ടായിരുന്നു, അർമേനിയ, കസാഖിസ്ഥാൻ, അതുപോലെ ജോർഡാൻ ക്ലബ്ബുകളിലെ ഫസ്റ്റ് ടയർ ക്ലബ്ബിൽ തന്നെ കളിച്ചൊരു താരമാണ് നമ്മുടെ ബോറിസ് കാദിയോ. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു സമയമായിരുന്നു എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ക്ലബ്ബുകളിലാണ് കളിച്ചത്. അതായത് ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നും അല്ലെങ്കിൽ പോലും ഒരു ഫസ്റ്റ് ടയർ, അതായത് ആ ഒരു രാജ്യത്തിൻ്റെയൊക്കെ ഫസ്റ്റ് ടയർ ക്ലബ്ബിലാണ് അർമേനിയ, അതുപോലെ തന്നെ കസാഖിസ്ഥാൻ, ജോർഡാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഫസ്റ്റ് ടയർ ക്ലബ്ബിൽ തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് 34 വയസ്സുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് 1.2 കോടിയുടെ മാർക്കറ്റ് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. സോ ഒരു അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ബാക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു. അടുത്ത താരമാണ് മെസ്സി ബോളി എന്ന് പറയുന്നത് നമ്മുടെ പെരേര ഡൈസ് കൂട്ടൊരു താരമാണ്. കാരണം ആ ഒരു ടൈപ്പ് ഓഫ് അഗ്രഷനും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ടീമിന് പ്രഷർ ഇടാൻ പറ്റിയൊരു പ്ലെയറാണ്. സോ അദ്ദേഹത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സീസണിൽ തന്നെ നിലനിർത്തേണ്ട ഒരു താരമായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങ് വിട്ടുകൊടുത്ത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പെർഫോമൻസ് ഏതാണ്ട് 8 ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പോയി കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം കളിച്ചത് ലീഗ് 1ലാണ്. ലീഗ് 1ൽ അതിൻ്റെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 117 മത്സരങ്ങൾ അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട്. അവിടുന്ന് 52 ഗോളും 16 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് ബ്രസീലിയൻ താരമായ ജെറോ റോഡ്രിഗസ് ആണ്. അദ്ദേഹം ഒരു മാസം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചൊരു ആംസ്ട്രിങ് ഇഞ്ചറി വന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയായിരുന്നു. ISLിൽ നിന്ന് പോയ ശേഷം ഇതിൻ്റെ കരിയർ പാടുമെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത്. കാരണം അദ്ദേഹം ഫസ്റ്റ് പോകുന്ന ഒരു പോർച്ചുഗീസ് ഡൊമസ്റ്റിക് ലീഗിലേക്കാണ്. അവിടെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ചേഞ്ച് ആകുന്നുണ്ട്. വിയറ്റ്നാം ലീഗിലേക്കാണ് അദ്ദേഹം പോകുന്നത്. 2023 തൊട്ട് 2024 ഇപ്പോഴും അദ്ദേഹം വിയറ്റ്നാം ലീഗിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് 31 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു, 4 ഗോളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അദ്ദേഹം ഒരു സെൻട്രൽ ബാക്കാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയ ശേഷം കുറേയധികം താരങ്ങൾ റിട്ടയർ ആകുന്നുണ്ട്, അതുപോലെ അവരുടെ കരിയർ ഇല്ലാതാകുന്നുണ്ട്. പക്ഷേ ഈ 3 താരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കരിയറാണ് ഇവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് പോയതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്.